നമസ്കാരം. നിർഭയെ നമ്മൾ മറന്നിട്ടില്ല. 2012 ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ ഇര. അന്ന് രാജ്യ തലസ്ഥാനത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയായ 23-കാരിയാണ് ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനും ആക്രമണത്തിനും ഇരയായത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചു. ആ കേസിൽ 4 പ്രതികളെ 2020 മാർച്ചിൽ തീഹാർ ജയിലിൽ തൂക്കിലേറ്റിയിരുന്നു. എന്നാൽ ഇതൊന്നും കുറ്റവാളികൾക്ക് പാഠമാകുന്നില്ല. രാജ്യത്തിനാകെ അപമാനമായ ആ സംഭവം നടന്ന് 14 വർഷങ്ങൾ കഴിയുമ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിൽ സ്ത്രീ സുരക്ഷ കടലാസിൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജോലി കഴിഞ്ഞു മടങ്ങിയ യുവതി ഡൽഹിയിൽ സ്വകാര്യ ബസ്സിനുള്ളിൽ കൂട്ടബലാത്സംഗത്തിനിരയായി. 3 കുട്ടികളുടെ അമ്മയായ യുവതിയെ ബസ് ഡ്രൈവറും കണ്ടക്ടറുമാണ് പീഡിപ്പിച്ചത്. നടുക്കമുണ്ടാക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. ഡൽഹിയിൽ സ്വകാര്യ ബസ്സിനുള്ളിൽ യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ഡൽഹിയിലെ റാണിബാഗ് പ്രദേശത്താണ് ഞെട്ടിക്കുന്ന ഈ സംഭവം. മംഗോൾപുരിയിലെ ഒരു ഫാക്ടറിയിലെ ജീവനക്കാരിയാണ് ഈ അതിജീവിത. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി ഡൽഹിയിലെ റാണിബാഗ് പ്രദേശത്ത് വെച്ചാണ് 30-കാരിക്കെതിരെ അതിക്രമം നടന്നത്. പിതാംപുരയിലെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന യുവതി മംഗോൾപുരയിലെ ഫാക്ടറിയിൽ ദിവസവേതന തൊഴിലാളിയാണ്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനായി സരസ്വതി വിഹാർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു യുവതി. ഇവിടേക്കെത്തിയ പ്രതികൾ യുവതിയെ ബലമായി ബസ്സിനുള്ളിലേക്ക് വലിച്ചുകയറ്റി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. നംഗ്ലോയി ഭാഗത്തേക്ക് ബസ് ഓടിച്ചു പോവുകയും ഇവിടെ വെച്ച് ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് യുവതിയെ ബസ്സിനുള്ളിൽ ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു. സംഭവ സമയത്ത് ബസ്സിനുള്ളിൽ 3 പേർ ഉണ്ടായിരുന്നെന്നും അതിൽ 2 പേരാണ് തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയതെന്നും യുവതി മൊഴി നൽകി. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന ബസ്സും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 12 तारीख को लेट आवर्स में पुलिस को कॉल मिली थी, जिसमें कॉलर ने बताया कि उसके साथ 2 लोगों ने गलत काम किया है. जैसे ही मामला पुलिस की संज्ञान में आया, पुलिस ने मामला को गंभीरता से लेते हुए विक्टिम को पुलिस असिस्टेंस तथा सहायता प्रोवाइड की. मामले में 2 नामजद आरोपियों को गिरफ्तार किया गया है. आरोपियों के खिलाफ कड़ी से कड़ी कार्रवाई की जा रही है और इसमें किसी को भी बख्शा नहीं जाएगा. 3 കുട്ടികളുടെ അമ്മയാണ് യുവതി. യുവതിക്ക് വൈദ്യശുശ്രൂഷ ഉറപ്പുവരുത്തിയെന്നും ബലാത്സംഗം നടന്നതിന്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. ബസ്സിനുള്ളിൽ നിന്ന് തെളിവ് ശേഖരിക്കലടക്കമുള്ള നടപടികളും തുടരുകയാണ്. രാജ്യ തലസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ബസ്സിലെ ബലാത്സംഗം 2012 നിർഭയ കേസിന്റെ ആവർത്തനമാണെന്നും ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. ന്യൂസ് 18 ഡൽഹി. വിവാഹ ദിനത്തിൽ മുങ്ങിയ പ്രതിശ്രുത വരൻ വധു നൽകിയ പീഡന പരാതിയിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി. കാസർഗോഡാണ് സംഭവം. ബളാലിന് സമീപത്തെ വിഷ്ണു നാരായണനെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രണയത്തിലായിരുന്ന 25-കാരിയുമായി ഈ മാസം 10-നാണ് വിഷ്ണു നാരായണന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഇയാൾ എത്താത്തതിനാൽ വിവാഹം മുടങ്ങിയതോടുകൂടിയാണ് യുവതി പീഡന പരാതി നൽകിയത്. വിവാഹ മുഹൂർത്തത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മുങ്ങിയ പ്രതിശ്രുത വരനെയാണ് ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തത്. ബളാലിന് സമീപത്തെ വിഷ്ണു നാരായണനെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണു നാരായണനും പ്രതിശ്രുത വധുവായ 25-കാരിയും നേരത്തെ പ്രണയത്തിലായിരുന്നു. പിന്നീട് 2 വീട്ടുകാരും സംസാരിച്ച് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വിവാഹം മെയ് 10-ന് ബളാലിന് സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വധുവും ബന്ധുക്കളും അന്ന് ക്ഷേത്രത്തിലെത്തിയിരുന്നു. എന്നാൽ മുഹൂർത്ത സമയമായിട്ടും വരനും സംഘവും എത്തിയില്ല. ഇത് ആശങ്കയ്ക്ക് ഇടയാക്കി.
ഇതിനിടയിൽ വരന്റെ സഹോദരിയും ബന്ധുക്കളും ക്ഷേത്രത്തിലെത്തി വരനെ കാണാനില്ലെന്ന് വധുവിന്റെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ഇതോടെ വിവാഹം മുടങ്ങുകയും എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് വിഷ്ണു നാരായണൻ തന്നെ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് പ്രതിശ്രുത വധുവായ യുവതി വെള്ളരിക്കുണ്ട് പോലീസിൽ പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണു നാരായണനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി തൊടുപുഴയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ ഒരു പ്രതിക്ക് 12 വർഷം കഠിന തടവ്. തൊടുപുഴ ബംഗ്ലാകുന്ന് സ്വദേശി വിനീഷ് വിജയനെയാണ് ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പെൺകുട്ടിയുടെ പുനരധിവാസത്തിന് 4 ലക്ഷം രൂപ നൽകാനും കോടതി വിധിച്ചു. മറ്റ് നിരവധി പേരും പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച 26 കേസുകളിൽ വിചാരണ അന്തിമഘട്ടത്തിലാണ്. തൊടുപുഴയെ ഞെട്ടിച്ച കുമാരമംഗലം പീഡനത്തിലെ 2ാമത്തെ കേസിലാണ് ശിക്ഷാവിധി. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെ 17-കാരിയായ പെൺകുട്ടിയെ ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന വിനീഷ് പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഈ സ്ഥാപനത്തിലെ മറ്റു ചില ജീവനക്കാരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. തുടർന്ന് ഗർഭിണിയായ പെൺകുട്ടി വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയതോടുകൂടിയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തൊടുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2017 മുതൽ 2022 വരെ പെൺകുട്ടിയെ വിവിധ ഇടങ്ങളിലെത്തിച്ച് നിരവധി ആളുകൾ പീഡിപ്പിച്ചു എന്നാണ് കണ്ടെത്തൽ. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് 28 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ വിചാരണ പൂർത്തിയായ 2ാമത്തെ കേസിലാണ് വിധി പറഞ്ഞത്. പ്രതിക്കെതിരെ ബലാത്സംഗം, ലൈംഗികാതിക്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വിനീഷ് വിജയൻ എന്ന പ്രതിക്ക് 12 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ബഹുമാനപ്പെട്ട തൊടുപുഴ 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ശ്രീമതി ആഷ് കെ ബാൽ ശിക്ഷിക്കുകയുണ്ടായി. 4 ലക്ഷം രൂപ വിക്ടിം കോമ്പൻസേഷൻ കൊടുക്കുന്നതിനും കൂടാതെ വിക്ടിമിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ആവശ്യമായ സംഖ്യ ലഭ്യമാക്കുന്നതിന് വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പ്രതി ഇതേ പെൺകുട്ടിയെ തന്നെ കൂട്ടബലാത്സംഗം ചെയ്തതിന് മറ്റൊരു കേസിൻ്റെ വിചാരണയും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ കേസിൽ പ്രതി മാനേജരായി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്നതായിരുന്നു ഈ കുട്ടി. അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്തതിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ബലാത്സംഗ കുറ്റത്തിനാണ് പ്രതിയെ മിനിഞ്ഞാന്ന് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ന് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 47ഓളം രേഖകളും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ കേസിൽ വിധി വന്നിട്ടുള്ളത്. ശൈശവ വിവാഹത്തിനിരയായ പെൺകുട്ടി മുത്തശ്ശിയുടെ സംരക്ഷണത്തിലിരിക്കുമ്പോഴാണ് പലതവണ പീഡനത്തിനിരയായത്. പെൺകുട്ടിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും അറിവോടെ നടന്ന പീഡനമെന്നാണ് കണ്ടെത്തൽ. പ്രധാന സാക്ഷികളിലൊരാളായ മുത്തശ്ശി വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു. ശൈശവ വിവാഹം ഉൾപ്പെടെ ശേഷിക്കുന്ന 26 കേസുകളിൽ വിചാരണ അവസാന ഘട്ടത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. മാരകായുധങ്ങളുമായി നാട്ടിൽ ഭീതി വിതയ്ക്കുന്ന കൊടും ക്രിമിനലുകളിൽ നിന്ന് പോലീസിന് പോലും രക്ഷയില്ല എന്നതാണ് സ്ഥിതി. തൃപ്പൂണിത്തുറ എരൂർ കണിയാമ്പുഴയിലെ ബാറിൽ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെ പിടികൂടാനെത്തിയ SIക്ക് നേരെ വധശ്രമം. ഹിൽ പാലസ് SI അനസ് തൗഫീഖാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ 2 പ്രതികൾ അറസ്റ്റിലായി. വൈറ്റില സ്വദേശി ആദർശ്, എരൂർ സ്വദേശി CP നിഖിൽ എന്നിവരെയാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയത്.
ഏരൂർ കണിയാമ്പുഴയിലെ ബാറിൽ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളാണ് പിന്നീട് പോലീസ് സംഘത്തെ ആക്രമിച്ചത്. ബുധനാഴ്ച രാത്രി 8 മണിക്കായിരുന്നു സംഭവം. ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ ബാറിനുള്ളിൽ കത്തിവീശി ബഹളമുണ്ടാക്കുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ SI അനസ് തൗഫീഖ് ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും പ്രതികൾ അദ്ദേഹത്തിന് നേരെ അക്രമാസക്തരായി. SIയുടെ കഴുത്തിനു നേരെ ഇവർ കത്തിവീശിയെങ്കിലും ഒഴിഞ്ഞുമാറിയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇതിനിടെ SIയുടെ മുഖത്ത് പരിക്കേറ്റു. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന SIമാരായ ജെ അനന്തു, അനൂപ് ചാക്കോ എന്നിവരുടെ സഹായത്തോടെ പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വൈറ്റില RACC റോഡ് തച്ചുരുപ്പാട്ടിൽ 18കാരനായ ആദർശ്, ഏരൂർ ചെറുകാട് വീട്ടിൽ 20 വയസ്സുള്ള CP നിഖിൽ എന്നിവരെയാണ് ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിൽ ഉപയോഗിച്ച കത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വധശ്രമമടക്കം നിരവധി കേസുകളിൽ ഇവർ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് തിരുവിറ്റക്കോട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പേർ കൂടി പിടിയിൽ. വ്യവസായിയുടെ അടുത്ത ബന്ധുവായ മുഖ്യപ്രതി അടക്കം പിടിയിലായതിനു പിന്നാലെയാണ് പ്രധാന പ്രതികളെന്ന് കരുതുന്ന 4 പേർ കൂടി പിടിയിലാവുന്നത്. കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 20ആയി. ഇക്കഴിഞ്ഞ ഡിസംബർ 6-നാണ് മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തിരുമിറ്റക്കോട് കൊഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് നിന്ന് ഒരു സംഘം ആളുകൾ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. കൊട്ടേഷൻ സംഘത്തിലെ ചിലരെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ അന്വേഷണത്തിനൊടുവിൽ കേസിലെ മറ്റു പ്രതികൾ പല ഘട്ടങ്ങളിലായി പിടിയിലായി. അടുത്തിടെ പിടിയിലായ മുഖ്യസൂത്രധാരനായ ഷിയാസ് മുഹമ്മദ് അലിയുടെ അടുത്ത ബന്ധുവാണ്. നേരത്തെ മുഹമ്മദ് അലിയുടെ വ്യവസായ സംരംഭങ്ങൾ നോക്കി നടത്തിയിരുന്ന ഷിയാസാണ് തട്ടിക്കൊണ്ടുപോയി കോടികൾ കൈക്കലാക്കാൻ കൊട്ടേഷൻ നൽകിയെന്ന് മനസ്സിലാക്കിയ പോലീസ് രഹസ്യ നീക്കങ്ങൾക്കൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷമാണ് ഇപ്പോൾ 4 പേർ കൂടി പിടിയിലായത്. എടവണ്ണ സ്വദേശികളായ നിസാം, PV വഹീദ്, ബിജേഷ്, കൊടുവള്ളി സ്വദേശി മനാഫ് എന്നിവരാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇതോടെ 20ആയി. ഷിയാസിനെ സംരംഭങ്ങളിൽ നിന്ന് മാറ്റിയതിന്റെ വൈരാഗ്യത്തിന് പുറമെ മോചനദ്രവ്യം കൂടി ലക്ഷ്യമിട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകലെന്നാണ് പോലീസ് കണ്ടെത്തൽ. 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് കോതക്കുറിശ്ശിയിൽ തടവിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ കൊട്ടേഷൻ സംഘാംഗങ്ങൾ മദ്യപിച്ചുറങ്ങിയ സമയം മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. ശരീരമാകെ പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. സ്വർണത്തിന് വിലയേറിയതോടെ മോഷ്ടാക്കൾ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നത് സ്വർണ്ണാഭരണങ്ങളാണ്. സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും സ്വർണ്ണാഭരണങ്ങൾ സ്ഥിരമായി ധരിക്കുന്ന കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിലടക്കം മോഷ്ടാക്കൾ തമ്പടിക്കുന്നുണ്ട്. പാലക്കാട് സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥിനികളെ പിന്തുടർന്ന് മാല കവർന്നത് മഹാരാഷ്ട്ര സ്വദേശികളാണെന്നാണ് സൂചന. ഇവർ എത്തിയതെന്ന് കരുതുന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വണ്ടി വാളയാർ ടോൾ പ്ലാസ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം മോഷണം പോയ മാല സ്വർണമായിരുന്നില്ല എന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് അകത്തേത്തറയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പിടിച്ചുപറി നടന്നത്. അകത്തേത്തറ GUP സ്കൂളിന് സമീപം പരീക്ഷ കഴിഞ്ഞ് മടങ്ങവേ 2 പേർ കുട്ടികളെ പിന്തുടർന്ന് മാല പിടിച്ചു പറിക്കുകയായിരുന്നു. പിടിവലിയിൽ വിദ്യാർത്ഥിനികൾക്ക് നിസ്സാര പരിക്കേറ്റു. ഇവരെ പിന്തുടർന്നെത്തിയ മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തൊപ്പി ധരിച്ച 2 യുവാക്കളാണ് കുട്ടികളെ പിന്തുടർന്നത്. മാല കവർന്ന ശേഷം മോഷ്ടാക്കൾ അതിർത്തി വിട്ടതായാണ് സംശയം. ഇവരെത്തിയതെന്ന് കരുതുന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടി വാളയാർ ടോൾ പ്ലാസ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്.
മോഷ്ടാക്കൾ കവർന്ന മാല സ്വർണമായിരുന്നില്ല. ഹേമാംബിക നഗർ പോലീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തിവരുന്നത്. ന്യൂസ് 18 പാലക്കാട്. കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്നതിന് അവർ മാത്രമാണോ ഉത്തരവാദികൾ? അവരെ നേർവഴിക്ക് നയിക്കേണ്ട മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒന്നും ഇക്കാര്യത്തിൽ കൈ കഴുകാൻ കഴിയില്ല. കുട്ടികൾ പ്രതികളാവുന്ന കേസുകൾ വർദ്ധിക്കുന്നത് ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. കണ്ണൂർ കൂത്തുപറമ്പിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് കവർച്ച നടത്തിയത് 3 കുട്ടികളാണെന്നറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. CCTVയിലാണ് പ്രതികൾ കുടുങ്ങിയത്. ജുവനൈൽ കോടതിയിൽ ഹാജരാവാൻ പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകും. കൂത്തുപറമ്പ് മെരുവമ്പായി കുറുമ്പക്കാവിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് കവർച്ച നടത്തിയ കേസിലാണ് അന്വേഷണം കുട്ടികളിലേക്ക് എത്തിയത്. പ്രായപൂർത്തിയാവാത്ത 3 സുഹൃത്തുക്കളാണ് സംഘം ചേർന്ന് മോഷണം നടത്തിയതെന്ന് കൂത്തുപറമ്പ് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ് കാവിൽ കവർച്ച നടന്നത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. 3 ഭണ്ഡാരങ്ങൾ തകർത്താണ് പണം കവർന്നത്. ഇവരിൽ ഒരാളുടെ സഹോദരന്റെ സ്കൂട്ടറിലെത്തിയാണ് കവർച്ച നടത്തിയത്. പണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ കാവിലെയും ഇവർ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മറ്റിടങ്ങളിലെയും CCTV ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങളും സ്കൂട്ടറിന്റെ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ വലയിലായത്. വീട്ടുകാരറിയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇവർ കവർച്ച നടത്തിയ ശേഷം നേരം പുലരും വരെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട്ടിൽ തങ്ങിയ ശേഷം പുലർച്ചെ വീട്ടിൽ തിരികെ എത്തി. മോഷണത്തിൽ ലഭിച്ച 5000-ഓളം രൂപ സിനിമ കാണാനും മറ്റുമാണ് കുട്ടികൾ ഉപയോഗിച്ചതെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ 2 തവണ കാവിൽ കവർച്ച നടന്നിരുന്നു. എന്നാൽ അത് ഇവരല്ല. 3 പേർക്കും ജുവനൈൽ കോടതിയിൽ ഹാജരാവാൻ പോലീസ് നോട്ടീസ് നൽകും. ന്യൂസ് 18 കണ്ണൂർ. സൗദി അറേബ്യയിലെ റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഉടനുണ്ടാകും. പേപ്പർ വർക്കുകൾ പൂർത്തിയായാൽ മെയ് 19-ന് മോചനമുണ്ടാകുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. മെയ് 19-നാണ് ശിക്ഷാ കാലാവധി അവസാനിക്കുക. സൗദി ബാലനെ കൊലപ്പെടുത്തിയ കേസിലാണ് 2006-ൽ അബ്ദുൾ റഹീം അറസ്റ്റിലായത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്ത് സമാഹരിച്ച 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ ദയാധനം നൽകിയാണ് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിയത്. രണ്ടായിരത്തി ഡ്രൈവർ ജോലിക്കായി സൗദിയിലെത്തിയ അബ്ദുൾ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിക്കാനിടയായ സംഭവത്തിലാണ് ജയിലിലായത്. മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴയായിരുന്നു അപകട കാരണമെന്ന് വ്യക്തമായെങ്കിലും വധശിക്ഷയാണ് റഹീമിനെ തേടിയെത്തിയത്. 2012-ലാണ് കോടതി വധശിക്ഷ വിധിച്ചത്. പിന്നീട് 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ ദിയാദനം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ കോടതി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. തുടർന്ന് റിയാദിലെ ക്രിമിനൽ കോടതി സൗദി പൊതുനിയമപ്രകാരം റഹീം തടവ് ശിക്ഷ പൂർത്തിയാക്കണമെന്നും വിധിച്ചു. ഈ തടവ് കാലാവധിയാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. മെയ് 19-നാണ് ശിക്ഷാ കാലാവധി അവസാനിക്കുക. മെയ് 20-ന് റഹീം നാട്ടിലെത്തുമെന്നാണ് ആക്ഷൻ കൗൺസിൽ പ്രതീക്ഷിക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കാണ് ഇതോടെ തിരശ്ശീല വീഴുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലഹരി മാഫിയ ഏറ്റവും അധികം ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. മലപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് വിൽക്കാൻ കഞ്ചാവ് ചെറുപൊതികളിലാക്കി ട്യൂഷൻ സെന്ററിന്റെ മുൻവശം കാത്തുനിന്ന യുവാവിനെ പോലീസ് കൈയോടെ പൊക്കി. അസം സ്വദേശി ഹബിസുദ്ദീനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുപൊതികളിലായി 80 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. വളാഞ്ചേരിയിൽ ട്യൂഷൻ സെന്ററിന് സമീപം വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കാനുള്ള
ശ്രമത്തിനിടെയാണ് ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ വളാഞ്ചേരി പോലീസ് കൈയോടെ പൊക്കിയത്. അസം നഗോൺ സ്വദേശി ഹബീസുദ്ദീനെയാണ് ചെറുപൊതികളായി വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത്. +1, +2 വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുക്കുന്ന വളാഞ്ചേരിയിലെ സ്ഥാപനത്തിന് എതിർവശത്താണ് കഞ്ചാവ് പൊതികളുമായി ഹബീസുദ്ദീൻ കാത്തിരുന്നത്. 80 ഗ്രാം കഞ്ചാവ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി ചെറിയ പൊതികളാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ്. പ്രദേശത്ത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കഞ്ചാവ് ലോബി പ്രവർത്തിക്കുന്നതായി നേരത്തെ പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. സ്വാഗത് ബാറിന് സമീപമുള്ള വഴിയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എതിർവശം നിൽക്കുകയായിരുന്ന ഹബീസുദ്ദീനെ കണ്ട് സംശയം തോന്നി വളാഞ്ചേരി SI നിർമ്മൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മലയാളികളായ കഞ്ചാവ് മാഫിയയാണ് ഹബീസുദ്ദീന് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. മലയാളി ഏജന്റുമാർക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. പട്ടാമ്പിയിൽ വീട്ടിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി. പരുതൂർ കുളമുക്ക് സ്വദേശിയുടെ വീട്ടിൽ നിന്നാണ് 8 കിലോയിലധികം വരുന്ന ഹാൻഡ്സ് പിടിച്ചെടുത്തത്. വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് ഈ പാൻ മസാലയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പട്ടാമ്പി എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പരുതൂർ പഞ്ചായത്തിലെ കുളമുക്ക് ചോലക്കുളം ഭാഗത്ത് മുണ്ടമ്പള്ളത്ത് മുസ്തഫയുടെ വീട്ടിൽ നിന്ന് ഹാൻഡ്സ് ശേഖരം പിടികൂടിയത്. വിൽപ്പനയ്ക്കെത്തിച്ച 8.1 കിലോഗ്രാം ഹാൻഡ്സ് പിടിച്ചെടുത്തു. ചെറുകിട വ്യാപാരികളും യുവാക്കളുമാണ് പ്രധാന ഉപഭോക്താക്കളെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ചില്ലറ വിൽപ്പനക്കാർക്ക് ഹാൻഡ്സ് നൽകുന്നയാളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹനന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ കെ വസന്തകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് ER, അനൂപ് രാജ്, നിധിൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആരതി, എക്സൈസ് ഡ്രൈവർ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. ഇനി നോക്കാം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് മുക്കത്ത് 13-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് മണാശ്ശേരി പെരിങ്ങാട്ട് വിജു. വ്യാജരേഖകൾ ചമച്ച് അവയവ കച്ചവടം നടത്തിയതിന് അറസ്റ്റിലായ മുഹമ്മദ് നജീബ് കല്ലട്രയ്ക്ക് മിക്ക ജില്ലകളിലും ഏജന്റുമാരുണ്ടെന്ന് പോലീസ് കണ്ടെത്തൽ. എറണാകുളത്തിനു പുറമെ ആലപ്പുഴ, ഇടുക്കി, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അവയവദാനത്തിന് ഇരകളെ കണ്ടെത്താൻ ഏജന്റുമാരുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. മലപ്പുറം പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വള്ളിക്കുന്നിൽ താമസിക്കുന്ന 57 വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ പോലീസ് രേഖകളിൽ കുപ്രസിദ്ധ കുറ്റവാളിയാണ്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ, കോങ്ങാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ നിരവധി കഞ്ചാവ് കേസുകളുണ്ട്. പൊതുസമാധാനത്തിന് നിരന്തരം ഭീഷണിയായിരുന്ന അബ്ദുൾ റഹ്മാനെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ സമർപ്പിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി പുറപ്പെടുവിച്ച ഉത്തരവ് അനുസരിച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് വിയ്യൂർ സെൻട്രൽ ജയിലിലാക്കിയത്. വിദ്യാർത്ഥികൾക്കടക്കം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഇത്തരക്കാരെല്ലാം അഴിക്കുള്ളിൽ ആക്കേണ്ട സമയമായിരിക്കുന്നു. പോലീസ് പെട്രോളിംഗ് നാളെ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.